ശിവരാമ? ഉവ്വ്, ശിവരാമൻ തന്നെ. ലോഹ്യം പറയാനൊന്നും സമയമല്ല ടീച്ചറെ. വഴിപാടെന്താ വെച്ചാ പറഞ്ഞോളൂ. ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറയാൻ താൻ ആരാ ശിവരാമ? ഇവിടുത്തെ പ്രതിഷ്ഠയോ? ഒന്ന് പോടോ. ഒന്നുമില്ലേലും താൻ കണ്ടക്ടർ പണി എടുക്കുന്ന കമ്പനി തന്നെയല്ലേ എന്റെ മോൻ മാനേജർ പണി എടുക്കണത്? അത് തന്നെയാ ടീച്ചറെ ഈ പറഞ്ഞത്. നേരം വൈകി ഡ്യൂട്ടിക്ക് ചെന്നാൽ ആ മോൻ തന്നെ എന്നിട്ട് ചാടിക്കുന്നേ. അങ്ങനെ പറ, അതിലൊരു ഗുരുത്വമുണ്ട്. ശിവരാമൻ എഴുതിക്കോളൂ, ഒരു സ്വയംവര പുഷ്പാഞ്ജലി. പേര് സുധാകരൻ, നക്ഷത്രം കാർത്തിക, സ്വയംവര പുഷ്പാഞ്ജലി. ഇത് 100ാമത്തെയോ 200ാമത്തെയോ സ്വയംവര പുഷ്പാഞ്ജലിയാണല്ലോ ടീച്ചറെ. സുധാകരന്റെ സ്വയംവരത്തിന് എന്താ ഇത്രയും താമസം? അത് തന്നെ ഞാനും ആലോചിക്കണത്. വേനൽക്കാലം ആയതുകൊണ്ടാവും. മന്ത്രങ്ങളൊന്നും അങ്ങോട്ട് ഏക്കണില്ല ശിവരാമ. നീ 11 പുസ്തകല്ലേ സോപാനം പാടാൻ പ്രാർത്ഥിച്ചത്? ഞാനത് 21 പുസ്തക്ക് ഷീട്ട് മുറിപ്പിച്ചു. ഇനി പിശുക്കിന്ന് വെച്ച് ദൈവം പ്രസാദിക്കാതിരിക്കണ്ട. പൊതുവാളിനെ കാലത്ത് അമ്പലത്തിൽ കണ്ടുവല്ലോ. ഞാൻ പോവാ. കുഞ്ഞുങ്ങളില്ലാത്തതിന് അമ്പലത്തിൽ കുറച്ചു ദിവസം സോപാനം പാടിയാ മതിയെന്ന് ജാതകം നോക്കിയപ്പോ പണിക്കര് പറഞ്ഞു. ഇന്നാ തുടങ്ങിയത്. ഒരു കുഞ്ഞില്ലാത്ത ഞങ്ങളുടെ വിഷമം പാട്ട് കേട്ടിട്ടെങ്കിലും ദൈവം മനസ്സിലാക്കട്ടെ. അല്ലാതെ ഞാൻ എന്താ പറയാ? പാട്ടുപാടി ആരും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല പങ്കജം. ബുദ്ധി ഉപയോഗിച്ച് വേറെ വല്ലതും ചെയ്യാൻ പറ. കുഞ്ഞുങ്ങളുടെ ഡസൻ കണക്കിനുണ്ടാവും. ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും തമാശ. ഒരു കുഞ്ഞിന് വേണ്ട മരുന്നൊക്കെ നിങ്ങളുടെ കൈ സ്റ്റോക്ക് ഉണ്ടാവും. ഒന്ന് അറിഞ്ഞു പെരുമാറ്. ദേ തൊട്ടിലി ഞാൻ കെട്ടിത്തരാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സഹായിക്കണേ, രക്ഷിക്കണേ. ഭാവിയിൽ എനിക്കും പാതിരാപ്പണിക്കരെ പോലെ ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടാക്കാനുള്ള വഴി കാട്ടിത്തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അയ്യപ്പ, ശബരിമല ശാസ്താവ്, എന്റെ അമ്മയ്ക്ക് അച്ഛന് അസുഖങ്ങളൊന്നും വരുത്തരുത്. അവരെ നല്ല നിലയിൽ എത്തിച്ചു തരണേ. മുതലാളി, എന്റെ സമസ്ത ദുഃഖങ്ങളും എന്റെ സമസ്ത സന്തോഷങ്ങളും അറിയാവുന്ന ലോകത്തിലേക വ്യക്തി മുതലാളിയാ. മുതലാളിയെ അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും കൂടെ ഇരുത്തിയതേ മുതലാളിയെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നോണ്ടാ. മുതലാളിയും ദൈവം രക്ഷിക്കും. ഞാൻ എന്ത് സ്വപ്ന കണ്ടത് ഭഗവാനെ? ആരെപ്പോ വന്ന് എന്നെ മണിയടിച്ചത്? ഓ, അവള് ഫസ്റ്റ് ഗിയറിലാ ഓടണേന്ന് തോന്നണേ. കാദംബരി, നീ ആ ഗിയർ ഒന്ന് മാറ്റി ടോപ്പിലേക്ക് തട്ട്. എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാനാ. ഫസ്റ്റ് ഗിയറിൽ ഉറങ്ങല്ലേ എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. മോളെ, നീ ആ ഗിയർ ഒന്ന് മാറ്റ്. ഇതാരത്? ഓ എന്റെ അമ്മേ. കാപ്പി. കാലത്ത് തന്നെ നിന്റെ ഒരു ഫ്ലാസ്ക് മോന്ത. കൊച്ചമ്മ എഴുന്നേറ്റായിരുന്നു, കൊച്ചമ്മയ്ക്കും കൊടുക്കാമായിരുന്നു. അവള് നല്ല ഉറക്ക. മോനെ ഊട്ടിയിലും മോളെ അമ്മൂമ്മയുടെ അടുത്തും കൊണ്ടാക്കിയിട്ട് 10-15 ദിവസം ചുറ്റിയടിച്ചു വന്നതിന്റെ ക്ഷീണം കാണില്ലേ? ഉണർത്തണ്ട. അതെന്ത് ശബ്ദം മലയാളി കേൾക്കുന്നേ? അത് അവളൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിനക്ക് അതിൽ എന്തെങ്കിലും വിഷമണ്ട? അങ്ങനെയൊന്നുമില്ല. മനുഷ്യനും ഉറങ്ങാൻ നേരത്തല്ലേ മറ്റും. ഇമ്പിച്ചി, ഇവിടെ ഇമ്പിച്ചി കോയാ ഇവര് എവിടെ പോയി കിടക്കാ? ഇവിടെ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനൊന്ന് മുള്ളാൻ പോയതിന് ചൂടാവാതൊന്ന് തണുക്ക. ഇത്രയും ദൂരത്ത് പോണോ? ഇതിനാ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അതൊരു സ്പെഷ്യൽ മുള്ളല. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും. ബസിന്റെ ബാക്ക് ടയർ പൊട്ടി ക്യാൻവാസ് ഒക്കെ ഇവിടെ എവിടെ പോണേ? മൈസൂരിൽ ആനക്കാട്ടിൽ വെച്ച് ടയർ പൊട്ടിപ്പോയി. ആ വിവരമൊന്ന് മുതലാളിയെ വിളിച്ച് പറയണം. താക്കോലോടൊക്കെ ഫോൺ ചെയ്യട്ടെ. അതെ, ഈ വിവരം മുതലാളിയോട് പറഞ്ഞതിലും ഭേദം സുധാകരനോട് പറയണമല്ലേ. സുധാകരനെ മുതലാളിയോട് പറഞ്ഞോളൂ. അല്ലെങ്കിൽ മുതലാളി മത്തായി തരുന്ന വാൽറ്റ്യൂ പോരും. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുതലാളി. ഞാനിവിടെ അടുത്തെവിടെ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റൂ. രമണി. വിടില്ല. നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാൻ പോവാ. എന്തൊരു മണിയടിയായിരുന്നു.
ഇങ്ങനെ മണിയടിച്ചാൽ ദൈവം പ്രസാദിക്കും? മണിയടിയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് രമണി ഞാൻ. മണിയടി കൊണ്ട് ഇക്കാലത്ത് എന്തെങ്കിലും കാര്യം നടക്കൂ? നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങേരൊന്ന് ശരിയാക്കി തരണ്ടേ? അടുത്ത മേടത്തിന് മുമ്പെങ്കിലും നമ്മുടെ വിവാഹം നടന്നു കാണുമെന്നും പറഞ്ഞ് അമ്മ നടത്തുന്ന സ്വയംവര പുഷ്പാഞ്ജലി ഇത് എത്ര എണ്ണം എന്ന് രമണിക്ക് അറിയോ? മേടത്തിന് മുമ്പൊന്നും എന്റെ പരീക്ഷ കഴിയില്ല. ആ പിന്നെ പുതിയൊരു ഗാർഗോച്ചോളി ഇറങ്ങിയിട്ടുണ്ട്. താഴെ മെറൂണും മേലെ ക്രീമും. ഇന്നലെ എന്ന പടത്തിൽ ശോഭനയിട്ടിരുന്നില്ലേ, അതുപോലത്തെ. ഓ അടുത്ത മാസം ശമ്പളം ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു കഴിഞ്ഞു. 1-ാം തീയതി ആവട്ടെ. വാങ്ങിച്ചേരോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അമ്മ ഇവിടെ കണ്ടില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയല്ലേ നീ അങ്ങോട്ട് പോയത്? ഞാൻ സുധാരേട്ടനൊരു പൂവ് എടുക്കാൻ വേണ്ടി. എത്ര പൂ വേണമെങ്കിലും കൊടുത്തോ മോളെ, നിന്നെ എനിക്ക് ഇഷ്ടാ. അവന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്ങേർക്ക് നിങ്ങളുടെ സ്നേഹവും പ്രേമവും ഒന്നും അറിയില്ല. പരീക്ഷ കഴിയേ വേണ്ടു. അച്ഛൻ വന്ന് സുധാരേട്ടന്റെ അച്ഛനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, അതാണ് എന്റെ ശരി. എന്നാലും ഞാനൊരു കാര്യം പറയാം. പ്രേമിക്കാൻ ഞാനും പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അടക്കം ഒതുക്കം വേണം. അല്ലെങ്കിൽ മൊത്തം ഒരുമാതിരി ഈ അധികം വന്ന ചോറ് മാതിരി കയ്യിലിട്ട് ഉരുട്ടാനും പറ്റില്ല, തിന്നാനും പറ്റില്ല. സുധാരേട്ടനോട് എനിക്കുള്ള സ്നേഹത്തിന് കൂടുതൽ ബന്ധമെന്ന് വെച്ചാലും ഞാൻ ഇങ്ങനത്തെ വേറൊരാൾക്ക് വിളമ്പില്ലമ്മേ. എനിക്കത് വയ്യ. നീ എന്താടി പിന്നെ പറഞ്ഞിട്ട് പോണേ? ഈ ടിക്കറ്റ് ഒന്ന് നോക്കിയേ. കഴിഞ്ഞോണത്തെ ഫസ്റ്റും സെക്കൻഡ് തേർഡും ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി മാഷേ. ചിലപ്പോ 4th കാണും, നോക്കിയേ. രമണിക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ മോശമാണ് പ്രകാശ. രമണിയുടെ വീടിനടുത്ത് താമസമാക്കിയ അന്നു മുതൽ രമണി എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഒരു റോസാപ്പൂ തരുന്നതിൽ എതിര് പറയരുത്. സമ്മാനം എന്ന് പറയാൻ അവസാനത്തെ നമ്പറിൽ 5 ഉറുപ്പിയുണ്ട്. വേറെ ടിക്കറ്റ് എടുത്തേ. അയ്യോ ടിക്കറ്റ് വേണ്ട, എനിക്ക് ചക്രം തന്നാ മതി. ഇപ്പൊ പണമാണ് ആവശ്യം. പണമൊന്നും ഇല്ല ശിവരാമ, ഇതുവരെ ടിക്കറ്റ് ഒന്നും വരിട്ടില്ല. അല്ല ഗംഗാര ഇന്നും വാങ്ങാതെ പോയി അല്ലേ? അവൾ